പക്ഷെ അന്ന് ആ ഇടത്തനാട്ടുകളിലെ ജനങ്ങൾ ഈ ഗ്രൗണ്ടിനോടും പന്തളിനോടുള്ള ആ ഒരു ഭയങ്കര കമ്പം കൊണ്ട് അതങ്ങനെ ഉണ്ടാക്കിയത്. ആ ജെ സി ബി അതൊരു ചെങ്ങലിനെ വന്നിരുന്നത്. അത് ആടെ വന്നിട്ട് തന്നെ ഇവിടെ വന്നിട്ട് കുടുങ്ങി. ആ ചെങ്ങൽ എന്തോ പൊട്ടി എന്തോ ചെയ്തിട്ട് അവർ ഇവിടുത്തെ ലോഡിങ് കയറി അയാളെ ഇവിടുന്ന് ആളെ കൊണ്ടുവരുന്നപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നു ഇവിടുത്തെ ലോഡിങ് കയറി. ആ പന്തളി നടക്കണമെങ്കിലും ഗ്രൗണ്ട് ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊന്ന് ലെവലാക്കുക എന്നുള്ളതിൽ അത് പിന്നെ വലിയൊരു സക്സസ്സായി. വളരെ മോശം ആ ഗ്രൗണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ ഇരുന്നാൽ ഞങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയിക്കാറ്. അതുകൊണ്ട് ഇന്ന് വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ചരിത്ര റോഡുണ്ടെന്ന് തന്നെ അറിയില്ല. പക്ഷെ പടിക്കപ്പാടം ടു പൊൻപാറ വരെയുള്ള റോഡ് നമ്മളെ നാട്ടിൽ ഇടത്തനാട്ടുകളിലെ ജനങ്ങൾ കളച്ചുണ്ടാക്കിയാണെന്നാണ് വലിയൊരു സംഭവമാണ്. ജാതി മതമൊക്കെ ഏതെങ്കിലും അതായത് പിന്നെ അതിലൊരു പാർട്ടിയില്ല, എല്ലാവരും. അന്നൊരു മനുഷ്യന് ഒരു പ്രസവവേദന ഇളകിയാൽ ഉള്ള ആളെ ആസ്പത്രിയിൽ എത്തിക്കണമെങ്കിൽ ചളവത്തുനിന്ന് കോട്ടപ്പള്ള വരെ അല്ലെങ്കിൽ വട്ടവണപ്പുറം വരെ ഈ മനുഷ്യനെ ഏറ്റിലെങ്ങനെ എടുക്കാൻ പറ്റുമല്ലോ. അന്ന് മഞ്ചലുണ്ടായിരുന്നു. മോട്ടോർ സൈക്കിള് പിന്നെ ജാവ, ഈ SD 1-2 ബുള്ളറ്റുകൾ ഒക്കെ വരുന്നത്. പക്ഷേ ഹീറോ ഹോണ്ട തന്നെ അല്ല ചുറുക്കുള്ള വണ്ടി. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആ കലാസമിതിയിൽ മെമ്പർഷിപ്പ് എടുത്ത ആ ഒരു വായനയുടെ ശീലമാണ്. അന്ന് വായിച്ച ശീലമാണ് ഇന്നും നമ്മളെ സംസാരത്തിലാണെങ്കിലും നമ്മളെ എഴുത്തിലാണെങ്കിലും എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല. കാരണം പക്ഷേ STD ബൂത്തിന് തന്നെ STD ബൂത്തിൻ്റെ കഥ ഞാൻ ഇപ്പം എന്തെന്നോ അങ്ങനെ വന്ന് ക്യൂ നിൽക്കും ആൾക്കാർ. ഒന്ന് പിന്നെ ചോദിക്കും, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ നിരാശനായി മടങ്ങും. കേരളമായിരുന്നു ഗൾഫിലൊക്കെ ഈ ടെലിഫോൺ ബൂത്തുകൾ. അവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ പൈസ ഇട്ടിട്ടാണ് വിളിക്കുക, അല്ലെങ്കിൽ കാർഡ് വെച്ചിട്ട്. ഇവിടുന്ന് ഇങ്ങനെ പെണ്ണുങ്ങളോട് സംസാരിക്കണം, ഇന്നത്തെ വലിയ പെണ്ണുങ്ങൾ സംസാരിക്കൊന്നുമില്ല അന്ന്. അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആകാശമാണ് കഴിച്ചു. അതുകൊണ്ടാണ് ഈ വണ്ടികൾ വന്നിരുന്നില്ല. അല്ലാതെ ഇവിടെ വലിയ ഭീകരമായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ഭീകരത നമ്മളിപ്പോൾ ഇവിടെ ജനിച്ചു വളർന്നതാണ്. നമുക്കിവിടെ ഭീകരത തോന്നിയില്ല. അതിപ്പോൾ നമുക്ക് വേറെ നാട്ടിൽ ചെല്ലുമ്പോഴും അങ്ങനെയാണ്. ഇടത്തനാട്ടുകാരുടെ ആ നാച്ചുറൽ സൗന്ദര്യം അതൊരു പ്രത്യേകതയാണ്. അതിന് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അത് പടമലമ്മ കയറിയാൽ കിട്ടുന്ന വൈബ്, ആനപ്പാറമ്മ കയറിയാൽ കിട്ടുന്ന വൈബ്, വെള്ളച്ചാട്ടപ്പാറൊക്കെ കിട്ടുന്ന വൈബ്, അതൊന്നിപ്പോൾ ഒരുപാട് ലൈറ്റൊക്കെ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ അതായത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇടത്തനാട്ടുകാരുടെ നാച്ചുറൽ സൗന്ദര്യം നഷ്ടപ്പെടും. സാങ്കേതികമായിട്ടും മറ്റതാണെങ്കിലും വികസനത്തിൻ്റെ അങ്ങേ ഇതിലെത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളെ ഗ്രീൻ ഹൈവേ വരെ ഇടത്തനാട്ടുകളിൽ പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഗ്രീൻ ഹൈവേ വരുമ്പോൾ നമ്മൾക്ക് അടുത്ത തലമുറക്ക് അവിടെ ആവശ്യം എന്തുള്ളൂ, അതിക്കൊരു എൻട്രി. എന്ത് വില കൊടുത്തു ആ എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് ഇടത്തനാട്ടുകാരോട് പറയാനുള്ളത്.